രണ്ടാഴ്ച മുമ്പാണ് തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരെ ആരോപണം ഉയർന്നത്. അടുത്തിരുന്ന വിദ്യാർത്ഥിയോട് സംസാരിച്ചതിന് കുട്ടിയെ പട്ടിക്കൂടിലടച്ചുവെന്നായിരുന്നു കേസ്. എന്നാൽ സംഭവം കെട്ടിച്ചമച്ചതാണെന്ന വാദത്തിൽ ഉറച്ചുനിൽക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ശശികല. സ്കൂൾ പൂട്ടിക്കുന്നതിനായി ആസൂത്രണം ചെയ്ത നാടകമാണിതെന്നും ശശികല ആവർത്തിക്കുന്നു. ഈ ഒരു കുട്ടിയോ ഇതിന്റെ പേരന്റോ ഇതിന്റെ ഗ്രാൻഡ് പേരന്റോ വിചാരിച്ചാൽ ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല അവര്. വെറും 500 രൂപ മാസം തോറും കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത അവരെങ്ങനെയാണ് ഇത്രയും സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത്? അവരെ കൊണ്ടത് സാധിക്കില്ല. ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു കളി കളിച്ചിട്ടുണ്ട്. പരിസരങ്ങളിലൊക്കെ ചില സ്കൂളുകൾക്കൊക്കെ ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ NOC വാങ്ങിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ചില കുട്ടികളുടെ എണ്ണങ്ങളിലൊക്കെ ചില ഷോർട്ടേജൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളുടെ സ്കൂൾ ഒന്ന് തകർന്നു കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുട്ടികൾ ഈസി ആയിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പ്രിൻസിപ്പലിനെതിരെ മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട ചില രാഷ്ട്രീയ കക്ഷികൾ തന്നെ സമീപിച്ചിരുന്നതായി സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ട അധ്യാപിക ദീപികയും പറയുന്നു. ഇക്കാര്യത്തിൽ നുണപരിശോധനയടക്കമുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് തയ്യാറാണെന്നും ദീപിക പറഞ്ഞു. കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ സമീപിച്ചിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകർ ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. സമീപിച്ചിരുന്നു. അതായത് മാഡത്തിനെതിരായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അകത്താവും, ഞാൻ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നുള്ള പല ഭാവി കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ ചർച്ച ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാത്ത തെറ്റാണ് ഇപ്പോൾ എന്നിൽ ആരോപിക്കപ്പെടുന്നത്, എന്നിലും എൻ്റെ പ്രിൻസിപ്പാളിനും എതിരായിട്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ ഇനി തല പോയാലും ശരി തന്നെ ഞാൻ ആ മേഡത്തിനെ ഒറ്റി കൊടുക്കില്ല. കാരണം ചെയ്യാത്ത കാര്യം ഞാൻ അവർ ചെയ്തു എന്ന് ഞാൻ പറയില്ല. അതിനിടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തുടർപഠനം സംബന്ധിച്ചും ആശയക്കുഴപ്പം തുടരുകയാണ്. സ്കൂൾ തുറന്നില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് രക്ഷിതാക്കൾ. DPIയുമായും സർക്കാരുമായും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. മീഡിയ 1 തിരുവനന്തപുരം.